ഒരില അനങ്ങിയാൽ കൂടി ടെൻഷനാണ് ഹാരിസിൻ്റെ ഉമ്മയ്ക്ക്. മകനിലൂടെ അല്ലാതെ ഒരു സ്വത്വം പോലുമില്ലാത്ത ഒരുമ്മ. ഉപ്പ ഗൾഫിലായിരുന്നു. ഉപ്പ 15 വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നു. അതിന് 2 വർഷം കൂടുമ്പോൾ 1 മാസം 1.5 മാസത്തെ ലീവിന് വന്ന് പോകുന്ന ബന്ധം നമ്മൾ ഉപ്പയായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കുറേ കാലം വരെ. ഉമ്മ സംസാരിക്കൽ വളരെ കുറവാണെന്ന് വെച്ചാൽ പൊതുവെ വെച്ചാൽ പുറം ലോകമായിട്ട് കൂടുതൽ ബന്ധമില്ല. ഇപ്പോൾ കണ്ണൂർ ജില്ല വിട്ടിട്ട് പോയത് തന്നെ വളരെ അപൂർവമായിട്ട്. ഇപ്പോൾ ഞാൻ ഗൾഫിൽ വന്ന ശേഷമോ അല്ലെങ്കിൽ ഉപ്പ നാട്ടിൽ വരുന്ന സമയത്തോ കാലിക്കറ്റ് എയർപോർട്ടിൽ പോയി വരുന്നതല്ലാണ്ട് വളരെ കുറവാണ് പുറത്ത് പോയിട്ടുള്ള പരിചയം. അതുകൊണ്ട് ഇങ്ങനെ പുറം ലോകമായിട്ട് വളരെ ബന്ധം കുറവാണ്. ഗൾഫിൽ വന്നപ്പോൾ അവന് ഒരാഴ്ച വരുന്നതിന് ഭയങ്കര എനിക്ക് ടെൻഷനും വിഷമവും ഉണ്ടായിന്. തീരെ തന്നെയാണ് വരുന്ന അന്നും തന്നെ ഭയങ്കര സങ്കടം. അവനും സങ്കടം തന്നെ, എനിക്കും സങ്കടം തന്നെ. കരഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് കിഞ്ഞു ഒക്കെ ഇങ്ങോട്ട് ഗൾഫിൽ വരണ്ടോന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അന്നേരം ചെറുതുമാണെന്ന് തന്നെ അത്ര പ്രായമായിട്ടുമില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ഉപ്പ അവിടെ ഉള്ളപ്പം തന്നെ ഗൾഫിലേക്ക് പോകണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് അങ്ങനെ വന്നു. പിന്നെ അവിടെ എത്തിയിട്ട് 1 വർഷം കഴിയുമ്പോഴൊക്കെ എന്നെ ഉപ്പ ക്യാൻസലാക്കിയിട്ട് നാട്ടിലേക്ക് വന്നു. എന്തായാലും കാര്യമായ ഒരു ജോലി ആയിട്ടുമില്ല. അതിന് ശേഷം അതിന് കുറച്ച് നല്ലൊരു ജോലി ആയത് തന്നെ. അതുപോലെ ഗൾഫിൽ വന്നതിന് ശേഷം തന്നെ ഇപ്പം വീടിന് ഞാനിപ്പം എൻ്റെ പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാനങ്ങനെ വീട്ടിലങ്ങനെ വിളിച്ച് അറിയിക്കാറൊന്നുമില്ല. എൻ്റെ കൂട്ടുകാരാറ്റം വിളിച്ച് പറഞ്ഞാൽ തന്നെ ഉമ്മ അവിടുന്ന് പല പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കും. എന്തായി ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതെന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സങ്കടം വന്നുകൊണ്ടിരിക്കും ഉമ്മാക്ക്. അങ്ങനെയുള്ള അതുപോലെ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു 9ാം ക്ലാസ് പഠിക്കാൻ മാറ്റം സൈക്കിൾ ഓടിക്കാൻ തന്നെ പഠിച്ചത്. വെച്ചാൽ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല, വീട്ടില്ല. അതുപോലെ തന്നെ ഇന്നത്തേക്ക് വരെ എനിക്ക് നീന്തൽ പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ മുകളിൽ ചിലപ്പോഴത്തെ കുട്ടികൾ മരത്തിൻ്റെ മുകളിൽ അതുപോലെ തന്നെ മരത്തിൻ്റെ മുകളിൽ കയറാൻ പോലും ചില വീട്ടുകാർ വെച്ചാലും മെയിനായിട്ട് ഉമ്മ തന്നെ സമ്മതിക്കില്ല. വീണ കാല് പൊട്ടോ കൈ പൊട്ടോ ആ പേടി കൊണ്ട്. മറ്റുള്ള കുട്ടികൾ സൈക്കിൾ ഓടിക്കുമ്പോൾ എനിക്ക് വളരെ അവർക്കും വിഷമമുണ്ട്. പക്ഷേ അവർക്ക് പേടിയാണെന്ന് വെച്ചാൽ വീണ് പോവോ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ഒരു ഇതുകൊണ്ട്. അവനിപ്പോൾ ഇവിടെ വന്നിട്ട് ജോലി സ്ഥലവും അവൻ്റെ ജോലിയിലെ വിഷമമെല്ലാം കണ്ടിട്ട് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. തീരെ റെസ്റ്റ് ഇല്ല ജോലിക്ക്. താമസം കുഴപ്പമില്ല, നല്ലൊരു സുഖം പോരാ. ജോലി ചിലപ്പോൾ രാത്രിയിൽ ഒരു 12 മണി 1 മണിയെല്ലാം ആയപ്പം വിളിച്ചപ്പം പറയുന്നതൊക്കെ ഞാനിപ്പോൾ ഡ്യൂട്ടിയില്ല എന്നാണ് പറയൽ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടാവും. അങ്ങനെ നമ്മൾ കടന്നുറങ്ങുന്ന സമയമായിരിക്കും, അവൻ ഡ്യൂട്ടിയിലാന്ന് പറയും. ഉപ്പ ഗൾഫിലുള്ള സമയത്ത് ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊരു ആഗ്രഹം കൊടുത്തിരുന്നു. ഇങ്ങനെ പറ്റുമോ കൊണ്ടുവരാൻ. അന്നേരം പാസ്പോർട്ട് എടുത്തതായിരുന്നു. ഇപ്പം പറയും ആ പാസ്പോർട്ടിന് എൻ്റെ വയസ്സാണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ച പാടെ എടുത്ത പാസ്പോർട്ടായിരുന്നു. വെച്ചാൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ ആ ടൈമിൽ എൻ്റെ പേരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുത്ത പാസ്പോർട്ടായിരുന്നു അത്. അതുകൊണ്ട് ഉപ്പാക്ക് പറ്റാതെ എന്നെക്കൊണ്ട് പറ്റിയത് എനിക്ക് വളരെ സന്തോഷം. അതുപോലെ തന്നെ ഉമ്മാക്കും ഒരു പ്രാവശ്യം കാണണമെന്നുള്ളൊരു ആഗ്രഹം. ഉമ്മാനെങ്ങനെയൊക്കെ കൂട്ടണമെന്നില്ല ഭയങ്കര മോഹമുണ്ടായിന്. ക്രിസ്ത്യനായിട്ട് എങ്ങനെയായാലും ഞാനൊരു പ്രാവശ്യം കൂട്ടുമെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ഇങ്ങനെ സാധിച്ച്. അവനെന്നിൽ കൂടുതലായിട്ട് അവന് ഒരു നല്ല നിലയിൽ എത്തണം, അതാണ് നമ്മൾക്കുള്ള പ്രതീക്ഷ. എല്ലാം ഇപ്പോൾ ഓൻ്റെ കൈമേലല്ലത് നമ്മളെ കാര്യം. ഡ്രൈവറില്ലാതെ ഓടുന്ന ഒരു തീവണ്ടി വിസ്മയകരമായിരുന്നു അമ്മമാർക്കത്. പഴയകാല വിനോദയാത്രകളെ അനുസ്മരിച്ചുകൊണ്ട് ദുബായ് മെട്രോ യാത്ര. കസ്തൂരി തൈലമിട്ട് മൂടി മിനുക്കി മുത്തോട് മുത്തു വെച്ച വളക്കിൽ കയ്യിൽ മുത്തോട് മുത്തു വെച്ച വളക്കിലുക്കി മന്ദാരക്കുളങ്ങളിൽ കുടിച്ചൊരുങ്ങി മംഗല്യ
ഹിന്ദി പാട്ട് പാടാൻ പോണേ. ഞാനുള്ള പാടിക്കോളാം. 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അന്നത്തെ ഓർമ്മയുള്ളത് ചെറുപ്പം തെറ്റ് കൊണ്ടേക്കും. വേറെ ആർക്കും ഹിന്ദി അറിയില്ല. ധൈര്യം പാടി. तुम भी चले परदेश लगा कर उठे ये भी तुम प्यारा दुनिया में कौन हमारा दुनिया में कौन हमारा ये बादे गरमाएंगे इतने दुनिया मिलाएंगे फिर तुम भी कबोटी तू जाए ना कि तुम प्यारा दुनिया में कौन हमारा दुनिया में कौन हमारा ये वो तुम भी चले परदेश लगा कर उठे ये भी तुम प्यारा दुनिया में ഇനി അടുത്തത് 7ാം ക്ലാസ് പഠിച്ചപ്പോൾ വർഷത്തെ പാടുവാ. ഡാൻസ് കളിക്കും. പാട്ട് പാടുവാ. പാടുവാ ഒരു പാട്ട്. ഏതൊരു പാട്ട്. നിങ്ങൾ ചെറുപ്പത്തിൽ ഒരുമിച്ച് വളർന്നവരല്ലേ? കുറെ പാട്ടുകൾ ഒരുമിച്ച് പഠിക്കും. കരുതുന്നവൻ ഞാനല്ലയോ കരകുന്നതെന്തിനു നീ കടന്നു നേരിന്റെ അവിടെ നിന്നും കാണാം. അതാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്ന അവിടെയല്ലേ, അതായത് എന്റെ താമസം പറഞ്ഞ് വന്നത്. ആ ഫ്രണ്ടിൽ കാണുന്നത്.